ഓക്കെ, നമുക്ക് 10 days വരുന്ന GST ട്രെയിനിങ് പ്രോഗ്രാം ആണ്. സോ അതിന്റെ ഡെമോ ക്ലാസ് ആണ് ഇന്നിവിടെ. നമുക്ക് ഈ ഒരു ഡെമോ ക്ലാസ്സിൽ പഠിക്കേണ്ടത് GSTന്റെ ഒരു ഐഡിയ. കാരണം നമുക്ക് ഈ ഒരു 10 days എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് GST എങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ GST എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യേണ്ടത്, മീൻസ് പ്രാക്ടിക്കലി നമുക്ക് ഓൺലൈൻ ആയിട്ട് GST റിട്ടേൺസ് ഒക്കെ എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടത്, അതുപോലെ ഒരു പുതിയൊരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓൺലൈൻ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം. അതുപോലെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ് സ്ഥാപനം, ഒരു കമ്പനി മന്ത്ലി റിട്ടേൺസ് ഫയൽ ചെയ്യണം. മന്ത്ലി മാത്രമല്ല, ചില സ്ഥാപനങ്ങൾ ക്വാർട്ടർലി ഫയലിംഗ് ഉണ്ട്. ഓരോ 3 മാസം കൂടുമ്പോൾ റിട്ടേൺസ് ഫയൽ ചെയ്യണം. മന്ത്ലി റിട്ടേൺ ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണ് റിട്ടേൺസ്? ഓരോ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണ് ആ റിട്ടേൺസ്? അതുപോലെ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഇയർലി റിട്ടേൺസ് ഉണ്ട്, ആനുവൽ റിട്ടേൺ ഫോംസ് ഫയൽ ചെയ്യാനുണ്ട്. ക്ലിയർ? മന്ത്ലി റിട്ടേൺസ് ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്, ഇയർലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് നമുക്ക് ഈ ഒരു 10 days ട്രെയിനിങ് പ്രോഗ്രാമിൽ പഠിക്കേണ്ടത്. റിട്ടേൺ ഫയൽ മാത്രമല്ല, അത് ബന്ധപ്പെട്ട് വരുന്ന ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു ഡെമോ ക്ലാസ് ആണ്. ഇന്ന് ഡെമോ ക്ലാസ് ആണെങ്കിൽ പോലും നോട്ടിന്റെ പോയിന്റ്, ഇന്ന് എന്താണോ ഈ ക്ലാസ്സിൽ എടുക്കുന്ന പോയിന്റ്, ഇന്ന് എടുക്കുന്ന കാര്യം എന്താണോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതിന്റെ ബാലൻസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റെഗുലർ ക്ലാസ്സിൽ എടുക്കുക. ക്ലിയർ അല്ലേ? ഇന്ന് എന്താണോ ക്ലാസ് എടുക്കുന്നത് അതിന്റെ ബാക്കിയായിരിക്കും നാളെ മുതൽ ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്, നമുക്ക് ഒരു കാര്യം, അതായത് ഇപ്പൊ GSTന്റെ തിയററ്റിക്കൽ ഏരിയ നമുക്ക് അറിയാമെങ്കിൽ പോലും ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോയാൽ പ്രാക്ടിക്കലി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയില്ലായിരിക്കും. ക്ലിയർ? സോ അതാണ് നമുക്ക് മെയിൻ പഠിക്കേണ്ടത്. സോ പ്രാക്ടിക്കലി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന്റെ ഒരു വളരെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓവർവ്യൂ പോലെയാണ് ഇന്നത്തെ ക്ലാസ് വരിക. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. GST എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ മാസവും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ബേസ് ഡെമോ ക്ലാസ്സിലൂടെ ലഭിക്കും, ഉറപ്പാണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഈ ഡെമോ ക്ലാസ്സിൽ 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു 3 കാര്യങ്ങൾ. ഓക്കെ, ആ 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ആ 3 കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കും GST എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, GSTന്റെ കോംപ്ലിക്കേഷനുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കേണ്ട, അതൊക്കെ പിന്നീട് പഠിക്കും. അപ്പൊ ഈ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഇപ്പോ സ്വന്തം ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ? 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഏത് ബിസിനസ് സ്ഥാപനമാണ്, ഏത് കമ്പനിയാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ഏത് ബിസിനസ് സ്ഥാപനം രജിസ്ട്രേഷൻ എടുക്കേണ്ട. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, GST രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ് സ്ഥാപനം, GST രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ് സ്ഥാപനം എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ബിസിനസ് സ്ഥാപനത്തിൽ. ക്ലിയർ? ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, ഈ ഡെമോ ക്ലാസിന്റെ അവസാനത്തെ കാര്യം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ GST എങ്ങനെയാണ് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ? എങ്ങനെയാണ് ഗവൺമെന്റിന് ഇത് അടയ്ക്കേണ്ടത്, പേയ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, ഇന്നത്തെ ഈ ക്ലാസ് പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുന്ന ക്ലാസ് അല്ല,
തിയററ്റിക്കലായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഡേ മുതൽ പ്രാക്ടിക്കലി ഇത് എന്താണെന്നും കാണിക്കും. സൈറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യും, ഓരോന്നും കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, സോ നമുക്ക് പഠിക്കാം. ക്ലാസ് റെക്കോർഡിംഗ് ആണ്, അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും എന്നെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം. ആ സമയത്ത് അൺമ്യൂട്ട് ചെയ്യാം. നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾ അൺമ്യൂട്ട് ആണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരും. വീഡിയോ നിങ്ങൾക്ക് പിന്നീട് അയച്ചു തരും ക്ലാസ് കഴിയുമ്പോൾ കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഈ GST എന്ന് പറഞ്ഞാൽ എന്താണ്? GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം, GST. ഈ GST എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയില് ഇംപ്ലിമെന്റ് ആയത് എന്നാണ്, നടപ്പിലായത് എന്നാണ്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 ഈ GST എന്ന് പറയുന്ന ഈ ഒരു ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലായത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോ ഏകദേശം 3.5 വർഷമായി അല്ലെ? 3.5 വർഷമായി GST എന്ന് പറയുന്ന ഈ ടാക്സ് സിസ്റ്റം നമ്മുടെ രാജ്യത്ത് നടപ്പിലായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് ഈ GST 17 ജൂലൈ 1 മുതൽ ഈ സമയം 2020 നവംബർ മാസം വരെ ഉള്ളത് പഠിക്കണം. അങ്ങനെ പറയാൻ കാരണം GST വന്ന സമയത്ത് എന്തായിരുന്നു GSTന്റെ ആ ഒരു അവസ്ഥ, പ്രധാനമായിട്ടും പ്രാക്ടിക്കൽ ഏരിയാസിൽ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഈ ഒരു 3.5 വർഷം കൊണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഈ 17 ജൂലൈ 1 GST വന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും ബിസിനസ്സുകാരുടെയും ഒരു ഏറ്റവും വലിയ ഡൗട്ടായിരുന്നു, ഒരു സംശയം, ഒരു ഡൗട്ടായിരുന്നു, ഏതൊക്കെ ബിസിനസ് സ്ഥാപനമാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ഏതൊക്കെ ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുക്കണ്ട എന്നുള്ള കാര്യം ഒരു ഡൗട്ടായിരുന്നു എല്ലാവർക്കും. എന്നാൽ ആ ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. GST റൂളിൽ പറയുന്നുണ്ട്, ടേൺ ഓവർ ഒരു എമൗണ്ട് പറയുന്നുണ്ട്. ആ ടേൺ ഓവർ നമ്മുടെ ബിസിനസ് സ്ഥാപനം ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 20 ലക്ഷം 20 ലാക്ക് 20 ലക്ഷം എന്ന് പറയുന്ന ടേൺ ഓവർ ക്രോസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ ബിസിനസ് സ്ഥാപനം, ഈ 20 ലക്ഷം എന്ന് പറയുമ്പോൾ സെയിൽ ഇൻകം, ക്ലിയർ? ടേൺ ഓവർ മീൻസ് സെയിൽ ഇൻകം, ബിസിനസ് സ്ഥാപനത്തിലെ സെയിൽസ് ഇൻകം. ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സ് സെയിൽ നടത്തി കിട്ടുന്ന ഇൻകം, സർവീസ് ആണെങ്കിൽ സർവീസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം, ബിസിനസ്സിലെ സെയിൽ ഇൻകം. ആ ടേൺ ഓവർ എമൗണ്ട് 20 ലക്ഷം ക്രോസ് ആവുന്നുണ്ടോ, അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇയർലി ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്ന് നവംബർ 23, ഇന്ന് മുതൽ പുറകിലോട്ട് 12 മാസം, ഇന്ന് മുതൽ പുറകിലോട്ട് ബാക്കിലോട്ട് ഒരു 12 മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയിൽസിന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. ക്ലിയർ? അപ്പോ പ്രീവിയസ് 12 മന്ത് സെയിൽസ് എമൗണ്ട്, ടേൺ ഓവർ എമൗണ്ട് 20 ലക്ഷം ക്രോസ് ആയിട്ടുണ്ടോ? ക്രോസ് ആയെങ്കിൽ ഇന്ന് ഞാൻ എന്റെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആയി മാറുന്നു എന്നർത്ഥം. ക്ലിയർ? ഇൻ കേസ് ഞാൻ ഇന്ന് മുതൽ പുറകിലോട്ട് 12 മാസം നോക്കിയപ്പോൾ ക്രോസ് ആയിട്ടില്ല, നാളെ 24-ാം തീയതി നാളത്തെയും കൂടെ സെയിൽസ് നോക്കുമ്പോൾ ക്രോസ് ആവുന്നുണ്ടെങ്കിൽ നാളെയാണ് ഞാൻ ലയബിൾ ആയി മാറുന്നേ GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട്. ആ ലോജിക്ക്. ഇനി കേസ് എന്റെ ബിസിനസ് സ്ഥാപനം ഈ നവംബർ മാസം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത പുതിയ ബിസിനസ് ആണ്, ഒരു ന്യൂ ബിസിനസ് ആണ്. ഈ മാസം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തേ, എനിക്ക് പുറകിലോട്ട് 12 മാസമൊന്നും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ മാസം നവംബർ 1-ാം തീയതി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബിസിനസ്സിന് ടേൺ ഓവർ ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ, 1 ലക്ഷമൊക്കെ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബിസിനസ് റണ്ണിങ് ആണല്ലോ, റണ്ണിങ് ആണ്. അപ്പൊ എന്നാണോ 20 ലക്ഷം ക്രോസ് ആവുന്നേ അന്ന് എന്ത് ചെയ്യുക, GST ലയബിലിറ്റി ആയി മാറുന്നു. ക്ലിയർ? അപ്പോ നമ്മുടെ ടേൺ ഓവർ 20 ലക്ഷം എപ്പോ ക്രോസ് ചെയ്യുന്നു,
അന്നാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഓക്കെ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ GST-യില് 20 ലക്ഷം എന്ന് പറയുന്ന ഒരു ടേൺ ഓവർ എമൗണ്ട് മാത്രമല്ല വരുന്നത്. ഒരു എമൗണ്ട് കൂടെ ഉണ്ട്. അത് 40 ലക്ഷമാണ്. ഓക്കെ. ഈ 40 ലക്ഷം എന്ന് പറയുന്ന ടേൺ ഓവർ ആർക്കാണ് നോക്കേണ്ടത്? അത് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം ഗുഡ്സ് മാത്രം ഡീൽ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണെങ്കിൽ സർവീസ് വരത്തില്ല. ഗുഡ്സ് മാത്രമേ വരത്തുള്ളൂ. ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന, ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം ആകുമ്പോൾ ഒന്നും GST എടുക്കണ്ട. അവർക്ക് 40 ലക്ഷമാണ് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. ഓക്കെ, മൊബൈൽ പർച്ചേസ് ചെയ്യുന്നു, ആ മൊബൈൽ സെയിൽ ചെയ്യുന്നു. ക്ലിയർ? അപ്പോ മൊബൈൽ എന്ന് പറയുമ്പോൾ ഗുഡ്സ് അല്ലേ? ആണ്. അപ്പോൾ ഗുഡ്സ് മാത്രം, എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പോ 40 ലക്ഷമാണ് ടേൺ ഓവർ നോക്കേണ്ടത്. 40 ലക്ഷം വരെ അവർക്ക് എന്തുണ്ട്? അവർക്ക് ഇളവുണ്ട്. GST എടുക്കണ്ട. 40 ലക്ഷം ആകുമ്പോൾ മാത്രമാണ് GST ലയബിലിറ്റി വരുന്നേ. ഓക്കെ, ക്ലിയർ? ഇപ്പോ എന്റെ ബിസിനസ് സ്ഥാപനം, എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. എന്റെ മൊബൈൽ ഷോപ്പിൽ മൊബൈൽ സെയിൽ ചെയ്യുന്നു, അതിന് പുറമെ മൊബൈൽ സർവീസ് ചെയ്യുന്നു. ഇപ്പൊ മൊബൈലിന്റെ സെയിലും ഉണ്ട്, മൊബൈൽ സർവീസിംഗും ഉണ്ട്. സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയാ വരുന്നേ? 20 ലക്ഷം. ക്ലിയർ? 40 ലക്ഷം ആർക്ക് മാത്രമാ വരുന്നേ? ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന സ്ഥാപനത്തിനാണ് 40 ലക്ഷം ടേൺ ഓവർ നോക്കേണ്ടത്. അല്ലെങ്കിൽ 20 ലക്ഷമാണ് ടേൺ ഓവർ നോക്കേണ്ടത്. ക്ലിയർ? അപ്പോ ഇതാണ് ടേൺ ഓവറിന്റെ ബേസിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുക്കണം, വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ. എന്നാൽ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ടേൺ ഓവറിന്റെ ബേസിൽ മാത്രമല്ല GST ആവശ്യമുണ്ടോ വേണ്ടയോ തീരുമാനിക്കുന്നേ. വേറെയും ഒരുപാട് കേസ് ഉണ്ട്. എല്ലാം ഇവിടെ പറയുന്നില്ല, എങ്കിലും ഒരു കാര്യം പറയാം. കാരണം നമുക്കിപ്പോ രജിസ്ട്രേഷൻ മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ പറയും. ഒരു പോയിന്റ് പറഞ്ഞു പോകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഈ നവംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടേൺ ഓവർ ഒന്നും ആയിട്ടില്ല. 20 ലക്ഷമോ 40 ലക്ഷമോ ഒന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒരു 10,000 രൂപയുള്ളൂ. സങ്കല്പിക്കുക, ഓൺലി 10,000 ടേൺ ഓവർ ആയിട്ട്. പക്ഷെ എനിക്ക് എന്റെ മൊബൈൽ ഷോപ്പിൽ നിന്ന്, കേരളത്തിലാണ് എന്റെ മൊബൈൽ ഷോപ്പ്, ഇവിടെ നിന്നും എന്റെ മൊബൈല് എനിക്ക് കർണാടക സ്റ്റേറ്റിലുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യണം. മറ്റൊരു സംസ്ഥാനത്തുള്ള കസ്റ്റമർക്ക് എനിക്ക് സെയിൽ ചെയ്യണമെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, കേരളത്തിൽ നിന്നും എന്റെ ഗുഡ്സ് കേരളം വിട്ട് മറ്റൊരു സംസ്ഥാനത്തുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യണമെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടും GST നമ്പർ ഉണ്ടാകണം. ക്ലിയർ? അപ്പൊ എനിക്ക് നിർബന്ധമായിട്ടും GST നമ്പർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യാൻ സാധിക്കൂ. പർച്ചേസ് ചെയ്യാം കേട്ടോ, മറ്റു സംസ്ഥാനത്ത് പർച്ചേസ് ചെയ്യാം. പക്ഷേ മറ്റു സംസ്ഥാനത്തേക്ക് സെയിൽ ചെയ്യണമെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എനിക്ക് ഉണ്ടാകണം. ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ. ടേൺ ഓവർ എത്ര കുറവാണെങ്കിലും ടേൺ ഓവർ നോക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? യെസ്. പക്ഷേ ഇത് ഗുഡ്സിന് മാത്രമേ വരത്തുള്ളൂ, സർവീസിന് വരത്തില്ല. ക്ലിയർ? ഇപ്പോ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ കേരളത്തിൽ ഒരു ഓഡിറ്റ് ഫേം ഉണ്ട്, ഓഡിറ്റിംഗ് ഉണ്ട്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു ക്ലയന്റ് കർണാടകയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഞാൻ ഇവിടെ നിന്ന് കർണാടകയിൽ പോയി ഒരു ഓഡിറ്റിംഗ് സർവീസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണ്ട? GST നിർബന്ധമില്ല. കാരണം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് സർവീസിന് ബുദ്ധിമുട്ടില്ല, ചെയ്യാം, GST ആവശ്യമില്ല. പക്ഷേ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് മറ്റൊരു സംസ്ഥാനത്തുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യണമെങ്കിൽ എനിക്ക് നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എനിക്ക് ഉണ്ടാകണം. ക്ലിയർ അല്ലേ? ഇതാണ് ഒരു കേസ്. ടേൺ ഓവർ നോക്കാതെ GST രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു കേസ്. ക്ലിയർ അല്ലേ?
ഇതുപോലെ ഒരുപാട് കേസുണ്ട്, പിന്നെ പഠിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, ക്ലിയർ. ഇതാണ് നമ്മൾ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോ ഇതൊക്കെ മനസ്സിലായി. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ എടുത്തു സങ്കല്പിക്കുക. നമ്മുടെ ബിസിനസ്, ഇപ്പൊ എനിക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ട്, എക്സാമ്പിൾ പറഞ്ഞു പോവാം. എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ GST രജിസ്ട്രേഷൻ എടുത്തു, എനിക്ക് GST നമ്പർ കിട്ടി. ഓക്കെ, ഇന്ന് നവംബർ 23 ഇന്നാണ് എനിക്ക് നമ്പർ കിട്ടിയത്. ഇന്നാണ് എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ക്ലിയർ. ഇന്നലെ വരെയും എന്റെ മൊബൈൽ ഷോപ്പിന് GST ഇല്ല, ഇന്നു മുതൽ GST ഉണ്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്? GST വന്ന ദിവസമാണ്. ഇപ്പോ എന്റെ മൊബൈൽ ഷോപ്പിൽ എന്റെ മൊബൈൽ ഫോൺ ഞാൻ സെയിൽ ചെയ്യുന്ന എന്റെ മൊബൈലാണിത്. ക്ലിയർ. ഈ മൊബൈൽ ഫോണിന്റെ സെല്ലിംഗ് പ്രൈസ്, വിൽപ്പന വില, സെല്ലിംഗ് പ്രൈസ് സങ്കല്പിക്കുക ഒരു 1000 രൂപ. ഓക്കെ, 1000 ആണ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 1000 രൂപ. അപ്പൊ ഈ മൊബൈൽ ഫോണാണ് എന്റെ മെയിൻ ഗുഡ്സ്. ഈ മൊബൈൽ ഫോൺ ഞാൻ ഇന്നലെ വരെയും നവംബർ 22-ാം തീയതി വരെയും ഞാൻ കസ്റ്റമർക്ക് സെയിൽ നടത്തിയത് എത്ര രൂപയ്ക്കാ? 1000 രൂപയ്ക്ക്. ക്ലിയർ. 1000 ആണ് സെല്ലിംഗ് പ്രൈസ്, ഇന്നലെ വരെയും സെയിൽ നടത്തിയത്. പക്ഷെ ഇന്നാണെങ്കിലോ എനിക്ക് GST എടുത്തു എന്റെ ബിസിനസ് സ്ഥാപനം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഈ മൊബൈൽ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ വെറും 1000 രൂപയ്ക്ക് മാത്രം സെയിൽ ചെയ്യാൻ പാടില്ല. ഈ 1000 രൂപയുടെ മൊബൈല് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഇന്നു മുതൽ GSTയും കൂടെ എന്ത് ചെയ്യണം? ചാർജ് ചെയ്ത് വേണം സെയിൽ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഈ മൊബൈൽ ഫോണിന്റെ GST റേറ്റ് സങ്കല്പിക്കുക 5. ഓക്കെ, 5 ആണ് GST റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഈ മൊബൈൽ സെയിൽ ചെയ്യുമ്പോൾ 1000-ന്റെ 5% GST റേറ്റും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്രയാ? 1000-ന്റെ 5 എത്രയാ? 50 രൂപ. സോ 1000-ന്റെ 5% 50 രൂപ. 1050 രൂപയ്ക്ക് എന്ത് ചെയ്യണം? ഞാൻ ഈ മൊബൈല് ഇന്നു മുതൽ കസ്റ്റമർക്ക് സെയിൽ ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. സോ ഇന്ന് ഞാൻ ഈ മൊബൈൽ ഫോണ് കസ്റ്റമർക്ക് 1050 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നു. മൊബൈൽ കസ്റ്റമറിന് കൊടുത്തു, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 1050 ഞാൻ കളക്ട് ചെയ്തു. ക്ലിയർ. കളക്ട് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത 1050 ഇല്ലേ, ഈ 1050 രൂപയും എന്റെ സെയിൽ ഇൻകം ആണോ? എന്റെ സെയിൽ ഇൻകം അല്ല. അതിൽ 1000 രൂപ മാത്രമല്ലേ എന്റെ സെയിൽ ഇൻകം? യെസ് അല്ലെ? 1000 രൂപ മാത്രമാണ് എന്റെ സെയിൽ ഇൻകം. ആ 50 രൂപ എന്താ? ആ 50 രൂപ GST ആണ്. ക്ലിയർ അല്ലേ? ഞാൻ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST എമൗണ്ട് ആയ ഈ 50 രൂപ അത് എന്റെ ഇൻകം അല്ല, അത് ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഞാൻ സെയിൽ നടത്തിയപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 50 രൂപ GST ഞാൻ ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ്, എന്റെ ഇൻകം അല്ല. ഗവൺമെന്റിന് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ അതിനെ വിളിക്കും ലൈബിലിറ്റി ആണ് എനിക്കത്. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഈ 50 രൂപ GST എനിക്ക് ലൈബിലിറ്റി ആണ്, ബാധ്യതയാണ്. ആരോട്? ടു ഗവൺമെന്റ്. ഈ ലൈബിലിറ്റിക്ക് GSTയിൽ പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്. ഈ ലൈബിലിറ്റിക്ക് GSTയിൽ പറയുന്ന പേരാണ് ഔട്ട്പുട്ട് GST. ഔട്ട്പുട്ട് GST എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന GST എമൗണ്ട്. ആ GST എമൗണ്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കണം. ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലൈബിലിറ്റി ആണ്. ഈ ലൈബിലിറ്റിക്ക് GST പറയുന്ന പേരാണ് ഔട്ട്പുട്ട് GST. ക്ലിയർ? ഓക്കെ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഒരു ബിസിനസ് സ്ഥാപനമാകുമ്പോൾ പ്രധാനമായിട്ടുണ്ടാവുന്ന രണ്ട് തരം ആക്ടിവിറ്റി ഉണ്ട്. ഒന്ന് സെയില്, അതുപോലെ എന്താ? പർച്ചേസ് ഉണ്ടാവും അല്ലെ? ആദ്യം പർച്ചേസ് നടക്കും, ശേഷം സെയിൽ ചെയ്യും. പർച്ചേസ് ദെൻ സെയില്. ഇതാണ്
രണ്ട് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. ഓക്കെ, സെയിൽ മനസ്സിലായി. സെയിൽ ചെയ്യുമ്പോൾ GST കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ആ GST നമ്മൾ ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ്, വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് GST. എന്നാൽ ഇപ്പോ നമ്മൾ മൊബൈൽ ഷോപ്പിൽ സെയിൽ ചെയ്യണമെങ്കിൽ മൊബൈൽ ആദ്യം പർച്ചേസ് ചെയ്യണ്ടേ? മൊബൈൽ ആദ്യം എന്ത് ചെയ്യണം? മൊബൈൽ പർച്ചേസ് ചെയ്യണം. നമ്മൾ മൊബൈൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സപ്ലയറിന്റെ അടുത്ത് പോകും അല്ലെ? മൊബൈൽ സെയിൽ ചെയ്യുന്ന മറ്റൊരു സപ്ലയർ, അവിടെ പോയി മൊബൈൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകും അല്ലെ? അങ്ങനെ മൊബൈൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ സപ്ലയർ, ക്ലിയർ, ആ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യത്തില്ലേ? ചെയ്യും. നമ്മൾ മൊബൈൽ എവിടെയാണോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ആ സപ്ലയർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട് എങ്കിൽ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് GST എമൗണ്ട് ഉറപ്പായിട്ടും കളക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയർക്ക് നമ്മൾ GST കൊടുക്കും. ക്ലിയർ? മനസ്സിലാക്കേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയറിന് നമ്മൾ GST കൊടുത്താൽ ആ GST നമുക്ക് അസറ്റ് ആണ്, നമുക്കത് അസറ്റ് ആണ്. ക്ലിയർ? നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST ലയബിലിറ്റി ആണ്, ഗവൺമെന്റിന് കൊടുക്കാനുള്ളതായിട്ട് ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയറിന് കൊടുക്കുന്ന GST എമൗണ്ട് നമുക്ക് അസറ്റ് ആണ്. അസറ്റ് എന്ന് പറയാൻ കാരണം നമുക്കത് കിട്ടാനുള്ളതാണ്, നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അപ്പോ മനസ്സിലാക്കേണ്ട പോയിന്റ്, നമുക്ക് അത് അസറ്റ് എന്ന് പറയാൻ കാരണം വേറെ റീസൺ കൂടെ ഉണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GST എമൗണ്ട് നമുക്ക് അസറ്റ് ആണ്. ആ അസറ്റ് ആയ GSTക്ക് നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, അതാണ് ഇൻപുട്ട് GST. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയറിന് കൊടുക്കുന്ന GSTയെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് GST. നമുക്കത് അസറ്റ് ആണ്. ഇൻപുട്ട് GST അസറ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുത്തു, ആ സമയം കൊടുക്കുന്നേ ഉള്ളൂ, നഷ്ടപ്പെട്ടു പോകത്തില്ല, നമുക്ക് പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കും. ക്ലിയർ? നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. തൽക്കാലം കൊടുത്തു, സപ്ലയറിന് കൊടുത്തു, അത്രേ ഉള്ളൂ. ക്ലിയർ? നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ഇൻപുട്ട് ടാക്സ് റിക്കവർ ചെയ്യാൻ സാധിക്കും, നമുക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ക്ലെയിം ചെയ്യാൻ സാധിക്കും. പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന ഇൻപുട്ട് ക്ലെയിമബിൾ ആണ്, റിക്കവറബിൾ ആണ്, നഷ്ടപ്പെട്ടു പോകത്തില്ല, ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഈ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ലോജിക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും, ഔട്ട്പുട്ട്, അത് ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ്. ആ ലയബിലിറ്റി ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് മൈനസ് ചെയ്യാം. ക്ലിയർ? ബാക്കി വരുന്ന ഔട്ട്പുട്ട് ക്യാഷ് ആയിട്ട് ഗവൺമെന്റിന് കൊടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് എന്ന ലയബിലിറ്റിയെ സെറ്റ് ഓഫ് ചെയ്യാം, കുറയ്ക്കാൻ സാധിക്കും ബൈ യൂസിങ് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് ടാക്സ് എന്ന ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്ത് കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്ക് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം സങ്കല്പിക്കുക. ഒക്ടോബർ മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ സെയിൽ നടന്ന ഇനത്തിൽ നമുക്ക് ഒരു 1000 രൂപ, 1000, ഒരു 1000 രൂപ നമുക്ക് ഔട്ട്പുട്ട് GST ഉണ്ട് സങ്കല്പിക്കുക. ഓക്കെ, എന്നാൽ അതേ മാസം ഒക്ടോബർ മാസം പർച്ചേസ് നടത്തിയ ഇനത്തിൽ നമുക്ക് ഒരു 800 രൂപ ഇൻപുട്ട് ടാക്സും ഉണ്ട്. ഒരു 800 രൂപ നമുക്ക് എന്തുണ്ട്? ഇൻപുട്ട് ടാക്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് 1000 രൂപ ലയബിലിറ്റി, ഇൻപുട്ട് ടാക്സ് 800 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് ടാക്സ് 1000 രൂപ ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഔട്ട്പുട്ട് ടാക്സ് 1000-ൽ നിന്നും 800 ഇൻപുട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ബാക്കി വരുന്ന 200 രൂപ എന്ത് ചെയ്താൽ മതി? 200 rupees എന്ത് ചെയ്താൽ മതി? ക്യാഷ് ആയിട്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുത്താൽ മതി ആ മാസം. ക്ലിയർ? ഞാൻ ആ മാസം എന്ന് പറയാൻ കാരണം
മന്ത്ലി ആണ് GST ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ? എല്ലാ മാസവും മന്ത്ലി നമ്മൾ എന്ത് ചെയ്യുക? GST എത്രയാണോ പേയ്മെന്റ് ചെയ്യേണ്ടത് അത് എന്ത് ചെയ്യുക? ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? അപ്പോ കാര്യം വളരെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഫോർ എക്സാമ്പിൾ ഒക്ടോബറിന്റെ ആണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം കംപ്ലീറ്റ് ആയല്ലോ. അപ്പോ ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഇപ്പൊ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഒക്ടോബർ 31-ാം തീയതി വരെ ആ 31 ഡേയ്സും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയില്, ക്ലിയർ? സെയിൽസ് നടന്നുവെങ്കിൽ അതിന് തെളിവായിട്ട് പ്രൂഫായിട്ട് എന്തുണ്ടാകും? സെയിൽസിന്റെ ഇൻവോയ്സ് ഉണ്ടാകും അല്ലെ? സെയിൽസിന്റെ ബില്ല്, ഇൻവോയ്സ് ഉണ്ടാകും, ടാക്സ് ഇൻവോയ്സ്. അതെല്ലാം എടുക്കുക. 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നടന്ന സെയിൽസ് ഇൻവോയ്സ് മൊത്തം എന്ത് ചെയ്യുക? അത് മൊത്തം എടുക്കുക, മാറ്റിവെക്കും. അതുപോലെ ഒക്ടോബർ 1 മുതൽ 31 വരെ നടന്ന പർച്ചേസ് മൊത്തം എടുക്കുക. പർച്ചേസ് മൊത്തം എടുത്ത് എന്ത് ചെയ്യുക? മാറ്റിവെക്കുക. then എന്ത് ചെയ്യുക? ആ മാറ്റിവെച്ച സെയിൽസ് ഇൻവോയ്സ് ഉണ്ടല്ലോ, ആ ബണ്ടിൽ, അതിനകത്ത് കാണുന്ന ഓരോ ഇൻവോയ്സ് എടുക്കുക. ഓരോ സെയിൽസ് ഇൻവോയ്സ് കാണുന്ന GST എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ GST എമൗണ്ട് ആണ് ഔട്ട്പുട്ട്. അപ്പോ ഓരോ സെയിൽസ് ഇൻവോയ്സ് എടുത്ത് അതിൽ കാണുന്ന GST എമൗണ്ട് എന്ത് ചെയ്യുക? 1 by 1 നമ്മൾ ടോട്ടൽ എമൗണ്ട് കൂട്ടിയെടുക്കുക. കാൽക്കുലേറ്ററോ എക്സലോ ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ആ ടോട്ടൽ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോ അത്രയും ഇൻവോയ്സിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ GST എമൗണ്ടിനെ വിളിക്കാം ആ മാസത്തെ ടോട്ടൽ ഔട്ട്പുട്ട് GST എന്ന് വിളിക്കാം. അതുപോലെ എന്ത് ചെയ്യുക? ആ മാസത്തെ പർച്ചേസും എന്ത് ചെയ്യുക? പർച്ചേസ് ഇൻവോയ്സ് കാണുന്ന GST എന്താ? ഇൻപുട്ട്. ടോട്ടൽ ഇൻപുട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്ത് ആഡ് ചെയ്ത് ടോട്ടൽ എമൗണ്ട് എടുക്കുക. അതാണ് ടോട്ടൽ ഇൻപുട്ട് GST. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ ഒരു മാസത്തെ ടോട്ടൽ ഔട്ട്പുട്ടും ടോട്ടൽ ഇൻപുട്ടും നമുക്ക് ലഭിക്കും. ക്ലിയർ അല്ലേ? ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സും ടോട്ടൽ ഇൻപുട്ട് ടാക്സ് നമുക്ക് ലഭിക്കും. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്യാം. ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്യാം. ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാം. ഇൻപുട്ട് ടാക്സ് നമുക്ക് റിക്കവറബിൾ ആണ്. ക്ലിയർ? ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക. ക്ലിയർ? ഈ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിനുള്ള ഇൻപുട്ട് മാത്രമല്ല ക്ലെയിം ചെയ്യാൻ അവകാശം. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആ സമയത്ത് കൊടുക്കുന്ന ഇൻപുട്ട് മാത്രമല്ല ക്ലെയിം ചെയ്യാൻ അവകാശം. പകരം അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ഓഫീസ് എക്സ്പെൻസ്, അതുപോലെ ഓരോ അസറ്റ് പർച്ചേസ് ചെയ്തില്ലേ അതിന്റെയൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോ എന്റെ മൊബൈൽ ഷോപ്പ് സങ്കല്പിക്കാം. എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു മൊബൈൽ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് ഒരു എയർ കണ്ടീഷൻ മേടിച്ചു, AC. ക്ലിയർ? ആ AC പർച്ചേസ് നടത്തിയപ്പോൾ ഞാൻ ഇൻപുട്ട് കൊടുത്തു. ആ ഇൻപുട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? അതെല്ലാം പോട്ടെ. ഫോർ എക്സാമ്പിൾ എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാനിപ്പോ ഒരു അക്കൗണ്ട്സ് വർക്ക് ചെയ്യാനായിട്ട് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, സെയിൽ ചെയ്യാൻ വേണ്ടിയല്ല, കംപ്ലീറ്റ്ലി ഓഫീസ് യൂസ്. ആ കമ്പ്യൂട്ടർ മേടിച്ചപ്പോൾ കൊടുത്ത ഇൻപുട്ട് എനിക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ക്ലിയർ? അതല്ലെങ്കിൽ എന്റെ മൊബൈൽ ഷോപ്പിൽ ഞാൻ മൊബൈലൊക്കെ ഡിസ്പ്ലേ വെക്കാനായിട്ട് ഷെൽഫ് പോലത്തെ മേടിച്ചു. അത് മേടിച്ച കൊടുത്ത ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. ക്ലിയർ? അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്റെ മൊബൈൽ ഷോപ്പ് തൊട്ട് അടുത്തായിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്, എനിക്ക് ബ്രാഞ്ച്. അപ്പോ ആ ബ്രാഞ്ചിൽ സ്റ്റോക്ക് ക്ലിയർ ആകുമ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇവിടുന്ന് മൊബൈലിന്റെ സ്റ്റോക്ക് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? ബ്രാഞ്ചിലേക്ക് മൊബൈൽ എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. അതിനൊരു വാഹനം മേടിച്ചു, ഒരു മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് നടത്തി. സ്റ്റോക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് നടത്തിയപ്പോൾ ഞാൻ കൊടുത്ത ഇൻപുട്ട് ടാക്സ് എത്രയാണോ ആ ഇൻപുട്ട് എനിക്ക് എന്ത് ചെയ്യാം? ആ ഇൻപുട്ട് ടാക്സ് എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ?
ഇതൊക്കെയാണ് അസറ്റിന്റെ കേസ്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പെൻസ് പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മുടെ ഓഫീസിലേക്ക് ഇപ്പൊ ഒരു A4ന്റെ ബണ്ടിൽ പേപ്പർ മേടിച്ചു. ഓക്കെ, A4 പേപ്പർ മേടിച്ചു, ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഒരു സ്റ്റാപ്ലർ മേടിച്ചു, ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, ആ ഓഫീസ് സ്റ്റേഷനറി എക്സ്പെൻസിന്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓഫീസിന് റെന്റ് കൊടുത്തു, റെന്റ് കൊടുത്തപ്പോൾ GST കൊടുത്താൽ ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഇതൊക്കെയാണ് ലോജിക്ക് അതിന്റെ. അപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ സെയിൽ ചെയ്യുന്ന ഐറ്റം പർച്ചേസ് നടത്തുമ്പോഴുള്ള ഇൻപുട്ട് മാത്രമല്ല ക്ലെയിം ചെയ്യാൻ അവകാശം. ക്ലിയർ അല്ലേ? എക്സ്പെൻസിന്റെയും അസറ്റിന്റെയും ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ശരി. ഇപ്പൊ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും ഇപ്പോ നമുക്ക് ഈ 20 ലക്ഷം 40 ലക്ഷം എന്ന് പറയുന്ന കണ്ടീഷൻസും ആ എമൗണ്ട് ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ നിർബന്ധമാണ് എന്നേ ഉള്ളൂ. നമുക്കതൊരു ബിലോ ആണെങ്കിൽ നമുക്ക് സ്വമേധയാ GST എടുക്കാം. ആ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വോളണ്ടറി നമുക്ക് GST എടുക്കാം നമുക്ക് ആവശ്യമാണെങ്കിൽ. കാരണം ഇപ്പൊ മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടേൺ ഓവർ ഇല്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അവർ GST രജിസ്ട്രേഷൻ എടുക്കും. വോളണ്ടറി ആയിട്ട് സ്വമേധയാ GST അവരെടുക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സ്റ്റാർട്ടിങ്ങിലെ GST എടുത്താൽ സ്റ്റാർട്ടിങ് സമയമല്ലേ, ഒരുപാട് മെഷീൻസും ഒരുപാട് അസറ്റും ഒരുപാട് ഓഫീസ് എക്സ്പെൻസ് ഒക്കെ ആദ്യമേ വരും. അപ്പൊ അതിന്റെയൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം എന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, ആദ്യമേ GST എടുക്കുന്നവരുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ലോജിക് എന്ന് പറയുമ്പോൾ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസം ഈ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചിലപ്പോൾ നമ്മൾ ഈ സെയിൽസ് ഇൻവോയ്സ് ഒക്കെ നടക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ സോഫ്റ്റ്വെയർ ഒന്നും നിർബന്ധം പറയുന്നില്ല. സോഫ്റ്റ്വെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് ഡാറ്റ അധികം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് സേവ് ചെയ്ത് പോകണം. ഓക്കെ, സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ അതൊക്കെ മിസ്സായി പോകും, അല്ലെങ്കിൽ ഡാറ്റ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സൗകര്യമില്ല. അങ്ങനെയൊക്കെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ GSTയിൽ സോഫ്റ്റ്വെയർ നിർബന്ധമില്ല. ക്ലിയർ അല്ലേ? മാനുവൽ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, എന്താണ് പ്രത്യേകത? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി ഇതാണ് മന്ത്ലി ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും കാണാൻ സാധിക്കും. ടോട്ടൽ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ബാക്കി എമൗണ്ട് പേയബിൾ ടു ഗവൺമെന്റ്. ഇൻ കേസ് ഒരു മാസം നമ്മൾ ഇങ്ങനെ ഔട്ട്പുട്ടും ഇൻപുട്ടും നോക്കുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് കുറവായിരിക്കും, ഇൻപുട്ട് ആണെങ്കിലോ അധികം ഉണ്ടാകും. ക്ലിയർ? ഔട്ട്പുട്ട് ടാക്സിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് വന്നുകൂടാന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്കിന്റെയും എക്സ്പെൻസിന്റെയും അസറ്റിന്റെയൊക്കെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും വരാം അല്ലെ. ഇൻപുട്ട് അധികമായിരിക്കാം ഔട്ട്പുട്ട് ടാക്സിനേക്കാൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോ എനിക്ക് ഒരു മാസം 1000 രൂപ ഔട്ട്പുട്ട് ടാക്സ്, അതേ മാസം എനിക്ക് ഒരു 1600 രൂപ ഇൻപുട്ട് ടാക്സ്. ഓക്കെ, 1000 രൂപ ഔട്ട്പുട്ട്, 1600 രൂപ എനിക്ക് ഇൻപുട്ട് ടാക്സ് സങ്കല്പിക്കുക. അപ്പൊ 600 രൂപ ഇൻപുട്ട് അധികമുണ്ടല്ലോ. യെസ്, ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സിന് 1000 രൂപ മാത്രം മതി ഇൻപുട്ട് അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് എന്തായി മാറി? സീറോ ആയി പോയി അല്ലെ. ഒന്നും പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യം ആ മാസം വരുന്നില്ല. ഇനി ഇൻപുട്ട് ടാക്സ് ആണെങ്കിലോ 600 രൂപ ഇൻപുട്ട് അധികമുണ്ട് അല്ലെ. അപ്പൊ ആ മാസം അധികം വന്ന എക്സസ് വന്ന ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യും? നമുക്ക് ആ അധികം വന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. പകരം അധികം വന്ന ഇൻപുട്ട് ഈ 600 രൂപ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഇൻപുട്ട് ടാക്സ് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത മാസവും ഇൻപുട്ട് ടാക്സ് വരുമല്ലോ അല്ലെ. ആ അടുത്ത മാസത്തെ ഇൻപുട്ട് ടാക്സിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മാസം അധികം വന്ന ഇൻപുട്ട് അടുത്ത മാസത്തിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത മാസത്തെ ഔട്ട്പുട്ട് ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം എന്ന ലോജിക്ക്. ക്ലിയർ? ഇൻ കേസ് അടുത്ത മാസത്തെ ഔട്ട്പുട്ട് ടാക്സ് ഇല്ലെങ്കിലോ ഈ ഇൻപുട്ട് അങ്ങനെ പോകും. ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് മന്ത്, വീണ്ടും ക്യാരി ഫോർവേഡ് നെക്സ്റ്റ് മന്ത്. അതിന് അന്ത്യമില്ല. എത്ര വർഷം ക്യാരി ഫോർവേഡ് ആക്കിയാലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ക്ലിയർ അല്ലേ? അൺലിമിറ്റഡ് ആണ്.
ഒരിക്കലും ഇൻപുട്ട് ടാക്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ക്യാരി ഫോർവേഡിങ് ആണെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പക്ഷേ ഒരു പർച്ചേസ് നടത്തിയ ഒരു ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയാൽ നമുക്ക് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യണമെങ്കിൽ ആ പർച്ചേസ് ഇൻവോയ്സ്, ആ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇതാണ് അന്ന് ലോജിക്ക് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനം. ഏതൊരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ, ഇന്ത്യയിലുള്ള എന്ത് ടൈപ്പ് ഓഫ് കമ്പനി ആയിക്കോട്ടെ, ഏത് ബിസിനസ് സ്ഥാപനമായാലും നമ്മൾ GST ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, മന്ത്ലി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ പറഞ്ഞ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഒരു സർവീസ് സ്ഥാപനമാണെങ്കിൽ സങ്കല്പിക്കുക, അവർക്ക് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് വരുന്നില്ല, പകരം അവർക്ക് എന്തൊക്കെ വരുന്നുണ്ട്? ഓഫീസ് എക്സ്പെൻസും അസറ്റും. അതിന്റെ ഇൻപുട്ട് അവർക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. ബാക്കിയൊക്കെ സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല അതിൽ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ബിസിനസ് സ്വന്തമായി ചെയ്യുന്നവരായിരിക്കാം. ഇനി നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലെ GST മന്ത്ലി എത്ര നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എന്താണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം, ലാസ്റ്റ് കാര്യമാണ്, ഡെമോ ക്ലാസിന്റെ ലാസ്റ്റ് ഏരിയയാണ്. നമ്മൾ ഈ മന്ത്ലി കമ്പ്യൂട്ട് ചെയ്ത GST എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യേണ്ടത്? ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ഗവൺമെന്റിലേക്ക് നമ്മൾ ഇത് പേയ്മെന്റ് ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ മന്ത്ലി, ഫോർ എക്സാമ്പിൾ, ഇത്ര ഔട്ട്പുട്ട് ടാക്സ്, ഇത്ര ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ഇത്ര എമൗണ്ട് പേയ്മെന്റ് ചെയ്യാനുണ്ട്, അതങ്ങ് പേയ്മെന്റ് ചെയ്യുക. അത് നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ഒരു മാസം എന്തൊക്കെ ഡാറ്റ, മീൻസ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റിയെ അറിയിക്കണം. ഒരു മാസം എന്തെല്ലാം കാര്യങ്ങൾ നടന്നു, GST ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റിയെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ മാസം ഒക്ടോബർ മാസം നമുക്ക് എത്ര സെയിൽ നടന്നു, സെയിൽ നടന്ന ഇനത്തിൽ എത്ര ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വന്നു, എത്ര പർച്ചേസ് നടന്നു, പർച്ചേസ് നടന്ന ഇനത്തിൽ നമുക്ക് എത്ര ഇൻപുട്ട് ടാക്സ് വന്നു. സോ ഇത്ര ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇത്ര ഇൻപുട്ട് ടാക്സ്, ഇത്ര എമൗണ്ട് പേയ്മെന്റ് ചെയ്യാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതോറിറ്റിയെ മന്ത്ലി അറിയിക്കണം. ഇതൊക്കെ നമ്മൾ അതോറിറ്റിയെ മന്ത്ലി എങ്ങനെ അറിയിക്കേണ്ടത്? എങ്ങനെയാണ് ഇതൊക്കെ അതോറിറ്റിയെ മന്ത്ലി അറിയിക്കേണ്ടത്? നമ്മൾ ഒരിക്കലും GSTന്റെ ഓഫീസിൽ നേരിട്ട് പോയിട്ട് ഇതൊന്നും അതോറിറ്റിയെ സബ്മിറ്റ് ചെയ്യുന്നില്ല, അതോറിറ്റി അറിയിക്കേണ്ട ആവശ്യമില്ല. GSTയില് ഓഫ്ലൈൻ ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. GSTയിൽ കംപ്ലീറ്റ് ഓൺലൈൻ ആണ്. GST കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. ഒരു കാര്യം പോലും GSTയിൽ ഓഫ്ലൈൻ വരുന്നില്ല. ക്ലിയർ അല്ലേ? ഓഫീസുമായിട്ട് ഡയറക്റ്റ് ഒരു ഇന്ററാക്ഷൻ ഒരിക്കലും ഒന്നിലും വരുന്നില്ല, എല്ലാം ഓൺലൈൻ ആണ്. ക്ലിയർ? അപ്പൊ ഇതൊക്കെ ഈ മന്ത്ലി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ ആയിട്ട് അതോറിറ്റിയെ അറിയിക്കണം. ക്ലിയർ? ഇതൊക്കെ ഓൺലൈൻ ആയിട്ട് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് GST ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം GSTക്ക് ഉണ്ട്. GSTക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു സൈറ്റ് ഉണ്ട് GSTക്ക്. ക്ലിയർ? ഒരു ഓൺലൈൻ സൈറ്റ് GSTക്ക് ഉണ്ട്. ആ സൈറ്റിൽ കയറി നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ GST അതോറിറ്റിക്ക് അറിയിക്കണം. ക്ലിയർ? ഓക്കെ, ആ സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തും ജസ്റ്റ്. അതായത് അതിന്റെ ഒരു സൈറ്റ് മീൻസ് www.gst.gov.in ഇതാണ് സൈറ്റ്. ക്ലിയർ? www.gst.gov.in ഈ സൈറ്റിൽ കയറിയാൽ മതി. ഇതാണ് നമ്മുടെ GSTന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സൈറ്റ്. ഈ സൈറ്റിൽ കയറുമ്പോൾ അതിനകത്ത് ഒരു എന്തുണ്ടാകും? ഒരു 3 ഓൺലൈൻ ഫോം ഉണ്ടാവും. ഫോംസ് ഇല്ലേ, നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്യുന്ന ഫോം. ഓക്കെ, ഒരു 3
ഓൺലൈൻ ഫോം ഉണ്ടാകും. ക്ലിയർ? ആ 3 ഓൺലൈൻ ഫോമിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റ ഫില്ല് ചെയ്യണം. സെയിൽസ് ഇത്രയുണ്ട്, ഔട്ട്പുട്ട് ടാക്സ് ഇത്രയുണ്ട്, പർച്ചേസ് ഇത്രയുണ്ട്, ഇൻപുട്ട് ടാക്സ് ഇത്രയുണ്ട് എന്നുള്ള ഡാറ്റ എന്ത് ചെയ്യുക? ആ ഓൺലൈൻ ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യണം. ഒരിക്കലും നമ്മൾ സെയിൽസിന്റെ ഇൻവോയ്സോ പർച്ചേസിന്റെ ഇൻവോയ്സോ ഒന്നും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ? അതിലെ ഡാറ്റ മാത്രം നോക്കി എന്ത് ചെയ്താൽ മതി? ഈ ഓൺലൈൻ ഫോമിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്ത് മാത്രം മതി. ക്ലിയർ? ഓക്കെ. ഈ ഓൺലൈൻ ഫോമിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓൺലൈൻ ആയിട്ട് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഓൺലൈൻ സബ്മിഷൻ. ഈ ഇലക്ട്രോണിക് ഫോം, ഈ ഓൺലൈൻ ഫോമിന്, ഫോംസ് ഉണ്ടല്ലോ, ഈ ഓൺലൈൻ ഫോമിന് നമ്മൾ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ പേരുണ്ട്. ആ പേരാണ് റിട്ടേൺസ്. റിട്ടേൺ. ഓക്കെ, റിട്ടേൺ, ഓൺലൈൻ ഫയലിംഗ്. ഇപ്പൊ ഈ 3 റിട്ടേൺസ് ഉണ്ട് അല്ലെ? ഈ 3 റിട്ടേൺസ് ഉണ്ട്. ഈ 3 റിട്ടേൺസും ഡാറ്റ ഫില്ല് ചെയ്ത് അതോറിറ്റിക്ക് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യണ്ടേ? ഈ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കാം ഫയലിംഗ്. ഫയലിംഗ്. സോ ഓൺലൈൻ ഫോം ഫയലിംഗ്, റിട്ടേൺ ഫയലിംഗ്. ക്ലിയർ? റിട്ടേൺ ഫയലിംഗ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോ 3 റിട്ടേൺസ് ആണ് ഒരു മാസം നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. എല്ലാ മാസവും 3 റിട്ടേൺസ് ഫോം നമുക്ക് ഫയലിംഗ് ചെയ്യാനുണ്ട്. ക്ലിയർ അല്ലേ? എല്ലാ മാസവും. ഓക്കെ. ആ 3 റിട്ടേൺ ഫോം ഏതൊക്കെയാണ്? ആ 3 റിട്ടേൺ ഫോം ഏതൊക്കെയാണ്? GSTR1, GSTR1, GSTR returned R, GSTR1. ഓക്കെ. അതുപോലെ GSTR2, GSTR2 and GSTR3. GSTR1, GSTR2 and GSTR3. 1, 2, 3. GSTR1, 2, 3. ഈ 3 ഫോംസ്. ക്ലിയർ? ഈ 3 ഫോംസ് ആണ് നമ്മൾ മന്ത്ലി നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ 3 ഫോമും എന്താന്ന് മനസ്സിലാക്കാം. റിട്ടേൺ ഫോം ആണ്, അതല്ല ഉദ്ദേശിച്ച പോയിന്റ്. ഈ ഓരോ ഫോമിലും എന്താണ് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡാറ്റ ഏതെല്ലാം ഫോമിൽ ഫില്ല് ചെയ്യാം. GSTR1 എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് സെയിൽസ് ആണ്. ക്ലിയർ? സെയിൽസ്. സെയിൽ എന്ന് പറയുമ്പോൾ സെയിൽസ് ആ ഒരു മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയില്. സെയിൽ എന്ന് പറയുമ്പോൾ സെയിലും സെയിൽ നടന്നപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഔട്ട്പുട്ട് GSTയും സെയിൽസും ഔട്ട്പുട്ട് ടാക്സും മാത്രം കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1 എന്ന് പറഞ്ഞാൽ. സോ GSTR1 എന്ന് പറഞ്ഞാൽ അത് ആ ഒരു മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയിൽസും ഔട്ട്പുട്ട് ടാക്സും മാത്രം കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1 എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ GSTR1 സെയിൽസും ഔട്ട്പുട്ട് ടാക്സും മാത്രം കാണിക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ GSTR2 എന്തായിരിക്കും? GSTR2 എന്ന് പറഞ്ഞാൽ അത് ആ മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന പർച്ചേസ് മാത്രമല്ല, പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് നടന്നപ്പോൾ സപ്ലയറിന് കൊടുത്ത ഇൻപുട്ട് ടാക്സ്. സോ പർച്ചേസും ഇൻപുട്ട് ടാക്സും മാത്രം കാണിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് GSTR2 എന്ന് പറഞ്ഞാൽ. ക്ലിയർ? GSTR1 ഓക്കെയാണ്, GSTR2 ഓക്കെയാണ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഏതാ റിട്ടേൺ ഫോം ഏതാ? GSTR3 ആണ്. ക്ലിയർ? GSTR3 എന്താണ് എന്ന് പറയും മുമ്പ് ഈ 3 ഫോമിന്റെയും ഡ്യൂ ഡേറ്റ് പറയാം. ഇത് എന്നാണ് ചെയ്യേണ്ടത് അത് പറയാം. ഓക്കെ. അത് പറഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? 3 പറയാം. ഈ GSTR1, 2, 3 ഈ 3 കാര്യങ്ങളും നമ്മൾ ഫയൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് ആണ്. ഇപ്പോ ഒക്ടോബറിന്റെ 1, 2, 3 ചെയ്യേണ്ടത് നവംബറിലാണ്. നവംബറിന്റെ 1, 2, 3 ചെയ്യേണ്ടത് ഡിസംബറിലാണ്. ആ ലോജിക്ക്. ഓരോ മാസത്തെയും 1, 2, 3 ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് ആണ്. ക്ലിയർ അല്ലേ?
യെസ്. ഓക്കെ, ഇപ്പോ ഓഗസ്റ്റ് മാസം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഏതെങ്കിലും ഒരു മാസം, അല്ലെങ്കിൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തെ, കഴിഞ്ഞ മാസം ഒക്ടോബർ അല്ലേ, ഒക്ടോബറിന്റെ GSTR 1 എന്നാ ചെയ്യേണ്ടത്? നെക്സ്റ്റ് മന്ത്, അതായത് നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം. നെക്സ്റ്റ് മന്ത് 10th is the due date for filing GSTR 1. ക്ലിയർ? നെക്സ്റ്റ് മന്ത് 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് GSTR 1 ഫയലിംഗ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, അതായത് നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം, നവംബർ 10-ാം തീയതി ലാസ്റ്റ് ഡേ, അന്ന് വരെ ചെയ്യാം കേട്ടോ നമുക്ക്. ഓക്കെ, ക്ലിയർ. ഇനി നോക്കേണ്ടത് GSTR 2 അല്ലേ, GSTR 2 ആണ്. GSTR 2 ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് 11 മുതൽ 15. നെക്സ്റ്റ് മന്ത് 11 മുതൽ 15 ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ ഒക്ടോബറിന്റെ GSTR 2 ചെയ്യേണ്ടത് നവംബർ മാസം 11 മുതൽ നവംബർ മാസം 15. നവംബർ മാസം 15 ആണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR 2 ഫോർ ദ മന്ത് ഓഫ് ഒക്ടോബർ. ക്ലിയർ? ഇനി നെക്സ്റ്റ് മന്ത് 10-ാം തീയതിക്കുള്ളിൽ പ്രീവിയസ് മന്തിന്റെ 1 ചെയ്തു, സെയിൽസും ഔട്ട്പുട്ടും. നെക്സ്റ്റ് മന്ത് 15-ാം തീയതിക്കുള്ളിൽ GSTR 2 ചെയ്തു, പ്രീവിയസ് മന്ത് ഒക്ടോബറിന്റെ അല്ലേ. ക്ലിയർ? അപ്പൊ ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? GSTR 3 അല്ലേ. GSTR 3 എന്ന് പറഞ്ഞാൽ എന്താണ്? GSTR 3 ആണ് ശരിക്കും നമ്മൾ വിളിക്കേണ്ടത്, അതാണ് മന്ത്ലി റിട്ടേൺ. മന്ത്ലി റിട്ടേൺ എന്ന് ശരിക്കും വിളിക്കേണ്ടത് GSTR 3 എന്ന ഫോമാണ്. കാരണം GSTR 1 ഉം GSTR 2 എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമല്ലേ, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് 1 ഉം 2 അല്ലേ. GSTR 3 ആണ് ശരിക്കും മന്ത്ലി റിട്ടേൺ. നമ്മൾ മന്ത്ലി ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത് GSTR 3 എന്ന ഫോമിലാണ്. മന്ത്ലി ടാക്സ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത് GSTR 3 എന്ന ഫോമിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മന്ത് 10-ാം തീയതിക്കുള്ളിൽ 1 ചെയ്തല്ലോ. 1-ൽ നമ്മൾ സെയിൽസ് എമൗണ്ടും ഔട്ട്പുട്ട് ടാക്സും കാണിച്ചു അല്ലേ. അതിൽ നിന്ന് ആ ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് മാത്രം 15-ാം തീയതിക്കുള്ളിൽ GSTR 2 ചെയ്തില്ലേ. അതിൽ പർച്ചേസും ഇൻപുട്ടും കാണിച്ചില്ലേ. അതിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് മാത്രം 1-ൽ നിന്ന് ഔട്ട്പുട്ടും 2-ൽ നിന്ന് ഇൻപുട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് GSTR 3 എന്ന ഫോമിൽ വരുന്നു. ക്ലിയർ? ഓക്കെ, നമ്മൾ 15-ാം തീയതിക്കുള്ളിൽ GSTR 2 ചെയ്തു. ദെൻ 16-ാം തീയതി ആകുമ്പോൾ 16-ാം തീയതി മുതൽ 20-നുള്ളിലാണ് 3 ചെയ്യേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് മന്ത് 16 മുതൽ 20 അതിനുള്ളിലാണ് GSTR 3 ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയിട്ട് നെക്സ്റ്റ് മന്ത് 16-ാം തീയതി ആകുമ്പോൾ GSTR 3 നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ GSTR 3 എന്ന ഫോമിനകത്ത് നമുക്ക് ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും കാണാൻ സാധിക്കും. അത് രണ്ടും ഓട്ടോമാറ്റിക് വന്ന് കിടക്കും അവിടെ, 1-ൽ നിന്നും 2-ൽ നിന്നും. ക്ലിയർ അല്ലേ? ഓക്കെ, എന്നാൽ 16-ാം തീയതി GSTR 3 നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും ഓട്ടോമാറ്റിക് വരിക മാത്രമല്ല ചെയ്യുന്നേ. GSTR 3 എന്ന ഫോമിൽ ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും ഓട്ടോമാറ്റിക് വന്നാൽ ഉടൻ തന്നെ സെറ്റ് ഓഫ് നടക്കും. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ഇല്ലേ, ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്, അത് ഓട്ടോമാറ്റിക് നടക്കും. എവിടെ? GSTR 3 എന്ന ഫോമിൽ ഓട്ടോമാറ്റിക് നടക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മൾ ഈ 10-ാം തീയതിക്കുള്ളിൽ 1 ചെയ്തു, 15-ാം തീയതിക്കുള്ളിൽ GSTR 2 ചെയ്തു, ശേഷം GSTR 3 നമ്മൾ 16-ാം തീയതി ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ വന്ന് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് സെറ്റ് ഓഫ് എല്ലാം കഴിഞ്ഞ ശേഷം ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം ബാക്കി ഔട്ട്പുട്ട് എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ GSTR 3-ൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യുക? അത് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് ക്ലിയർ ചെയ്യുക. ദെൻ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? GSTR 3 നമ്മൾ 20-ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ മന്ത്ലി GST പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ് ലാസ്റ്റ് ഡേറ്റ്. നെക്സ്റ്റ് മന്ത് 20. ഏതാണ് ഫോം? GSTR 3 ആണ് ആ ഫോമിന്റെ പേര്. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ്
ഇങ്ങനെയാണ് മന്ത്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? GST പേയ്മെന്റ് ചെയ്യേണ്ടത്. നമ്മുടെ മെക്കാനിസം ക്ലിയർ? ഓക്കെ ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ 3 കാര്യങ്ങൾ. ഇതോട് നമുക്ക് ഡെമോ ക്ലാസ് അവസാനിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇനിയും കുറെ പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ GST നിലവിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. കാരണം ഞാൻ കുറച്ച് ഫോംസ് പറഞ്ഞിട്ടില്ല, അത് ഇനിയും പറയേണ്ടതാണ്. കാരണം GSTക്ക് GSTR 1 2 3 4 5 6 7 8 9 10 11 11 ഫോംസ് മൊത്തമുണ്ട്. ക്ലിയർ? ഓക്കെ, അതിൽ 1 2 3 ഞാൻ പറഞ്ഞു. ഇനിയും GSTക്ക് കറന്റ്ലി നമുക്ക് പഠിക്കേണ്ടത് GSTR 2A, GSTR 1A, അതൊക്കെ പ്രത്യേകമുള്ള ഫോംസ് ആണ്. GSTR 3B, 3B എന്താണ്? GSTR 2B, 2B എന്താണ്? GSTR 4, ZMB 08, ഇതൊക്കെ നമുക്ക് എപ്പോഴും വരുന്ന ഫോംസ് ആണ്. ഓക്കെ, മറ്റൊരു സ്കീം ഉണ്ട്, കോമ്പോസിഷൻ സ്കീം എന്ന് പറയും. ആ സ്കീം ആണെങ്കിലാണ് ZMB 08 വരിക, GSTR 4 വരിക. പിന്നെ വാർഷിക റിട്ടേൺ ഫോംസ് ആയിട്ട് ചെയ്യേണ്ടത് GSTR 9, 9A, 9B, 9C, ഇതൊക്കെ ഉണ്ട്. ഓക്കെ ക്ലിയർ? ഇതാ നമുക്ക് ഡെമോ ക്ലാസ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ഡെമോ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, ഓക്കെ, നമുക്കെങ്കിൽ അങ്ങനെയാണെങ്കിൽ ക്ലാസ് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. വീഡിയോ സെൻഡ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ.